ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് മസാല ദോശ വേണം. പിന്നെ പച്ചമാങ്ങ വേണം. ആര് പറഞ്ഞോണ്ടാടി നിന്നെ? ഞാനും അച്ഛനൊക്കെ വലിയ തോൽവികളായി മാറിയത് അങ്ങനെയാ. അവളുടെ ദൈവാനുഗ്രഹം. ഗൗതം, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആരും മരിക്കാതിരുന്നെങ്കിൽ ഇതിനിടയിൽ മണ്ണിനടിയിൽ പോയവര് എത്രയോ പേര് ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. അപ്പോ അത് താൻ വിട്ടേക്ക്. ദൈവം കണ്ണടയ്ക്കുന്ന സമയം തിരഞ്ഞെടുക്കുക. അതാണ് കൊല്ലാൻ നടക്കുന്നവരുടെ ഡ്യൂട്ടി. അപ്പോ താൻ അത് വിട്ടേക്ക്. ഒരേ സമയം അവന്റെ വിശ്വസ്തരാവുക, അതേസമയം അവളുടെ ജീവൻ എടുക്കുക. അതായിരുന്നു എന്റെ ശ്രമം. അവര് രണ്ടുപേരും എന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. വരുണിലും രാധികയിലും എനിക്കിപ്പോ നല്ല സ്വാധീനമുണ്ട്. അതിന് താനിപ്പോ അവരുടെ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷനിൽ നിൽക്കാൻ പോകുന്നില്ലല്ലോ. സ്വാധീനം പറഞ്ഞ് അതിന്റെ പേരിൽ അഹങ്കരിക്കുക. സാറേ, അല്ല അതിനിടയിൽ ആ ACPയുടെ അന്വേഷണം ഇയാളുടെ കഴുത്തിൽ കുരുക്കിടുവോ? അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ACPയുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. എല്ലാവരുടെയും വായ അയാൾ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചിരിക്കുക. ഒരു വിവരം പുറത്തു വിടുന്നില്ല. ആർക്കറിയാം അയാള് ബെഞ്ചമിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതൊന്നും ഉണ്ടാവില്ല സാർ. പോലീസിന് എന്നെ കുറിച്ച് സൂചനയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. പിന്നെ ഈ പരാജയങ്ങള് അത് ഞാൻ മാറ്റിക്കോളാം. എന്തായാലും തൽക്കാലം താനൊന്നും മാറി നിൽക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒരു കാരണവശാലും പെട്ടുപോകരുത്. ബെഞ്ചമിൻ, താൻ ട്രൈ ചെയ്ത ആ ശ്രമങ്ങളൊക്കെ കൃത്യമായിരുന്നു. മുമ്പത്തെ പോലെ തന്റെ കാര്യത്തിൽ എനിക്കിപ്പോ അത്രയ്ക്ക് സംശയമൊന്നുമില്ല. താനിത് ചെയ്യും. പക്ഷെ സാറ് പറഞ്ഞതുപോലെ കുറച്ചു നാള് നീങ്ങി നിൽക്കുക. അവളുടെ സുരക്ഷാ വലയങ്ങളൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഓക്കെ, കുറച്ചു കാലം മാറി നിന്ന് എനിക്കും ചിലത് പ്ലാൻ ചെയ്യാനുണ്ട്. ജയിലിൽ കിടക്കുന്ന ചന്ദ്രശേഖരൻ സാർ ആഗ്രഹിക്കുന്നത് പോലെ കണിമംഗലത്തിന്റെ സർവനാശം. കെട്ട വാർത്തകൾക്ക് അപ്പുറത്തൊരു നല്ല വാർത്തയ്ക്ക് കാതോർത്തിരിക്കണം. അത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2-3 തവണയായിട്ട് രാധിക മോളുടെ നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ശക്തി ഏതാ? അതൊരു കൺഫ്യൂഷനാ. ACPയുടെ അന്വേഷണം അത് ഒരിടത്തും എത്തുന്നുമില്ല. വരുൺ, ദേവനാരായണൻ തിരുമേനിക്ക് പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബിസിനസ് പരമായിട്ട് നമ്മളോട് ശത്രുത കാണിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായും അറ്റംപ്റ്റ് നിനക്ക് നേരെയാവില്ലേ? പക്ഷെ ടാർഗറ്റ് ചെയ്യുന്നത് രാധിക മോളെയാണ്. ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും കഥകൾ രാധിക മോൾക്ക് പിന്നിലുണ്ടോ? ഏയ്, കൺമുന്നിൽ കാണുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ ഒക്കൂ. കാണാത്തതും അറിയാത്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അല്ല, അങ്ങനെ ഇപ്പോ ACPയെ ഞാനൊന്ന് വിളിക്കാം. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെയാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ വയ്യ. വരുൺ നിൽക്കുന്നത് കണ്ടോ? വരുണിനോട് പോയിട്ട് മോൾക്ക് മസാല ദോശ വേണമെന്ന് പറ. മസാല ദോശ മാത്രല്ല, പച്ചമാങ്ങ വേണമെന്നും പറയണം. വാങ്ങിത്തരോ? അതെ, മോള് ഗർഭിണിയല്ലേ? ഗർഭിണി അതൊക്കെയാ കഴിക്കേണ്ടത്. വരുണിനോട് പോയി ചോദിക്കും. ചെല്ലു മോളെ,
വരുൺ അച്ഛന്റെ അടുത്തല്ലേ നിക്കുന്നേ, ഒന്നും പറയില്ല. എന്നാ ഞാൻ പോവാ. അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോഴേ അവൻ ബഹളം ഉണ്ടാക്കില്ല. അതാ അവളെ പറഞ്ഞയച്ചത്. അത് നന്നായി. അതെ, എനിക്ക് മസാല ദോശ വേണം. എന്തോന്ന്? എനിക്ക് മസാല ദോശ വേണം. പിന്നെ പച്ചമാങ്ങ വേണം. ആര് പറഞ്ഞോണ്ടാടി നിന്നെ? ആരും പറഞ്ഞു വിട്ടല്ല, എനിക്ക് കൊതിയായിട്ടാ. ഞാനേ ഗർഭിണിയല്ലേ, കുഞ്ഞാവയ്ക്ക് കൊടുക്കാനാ. വാങ്ങിച്ചേരോ? അതെ, എനിക്ക് മസാല ദോശ വാങ്ങിച്ചുതാ. അച്ഛ ഒന്ന് പറയച്ചാ, എനിക്ക് മസാല ദോശ വാങ്ങിത്താ. മസാല ദോശ വാങ്ങിത്താ. മേടിച്ചതാ. എനിക്ക് മസാല ദോശ വേണം. മേടിച്ചതാ മുത്തശ്ശി. അയ്യോ, എന്താ മോളെ? ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് മറഞ്ഞു നിൽക്കായിരുന്നു അല്ലേ? ആര് പറഞ്ഞു? വരുണിന്റെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാ. എന്താടി മോളെ? മുത്തശ്ശി, എനിക്ക് മസാല ദോശയും പച്ചമാങ്ങ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങിത്തരുന്നല്ലോ. എനിക്ക് കൊതിയായിട്ടല്ലേ. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ പരുവത്തിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ തോന്നും. വാങ്ങിച്ചോണ്ട് വന്ന് കൊടുക്കേണ്ടത് കൊച്ചിന്റെ അച്ഛന്റെ കടമയാ. അതിന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സുമാരിയമ്മേ, അവളെ വിളിച്ചോണ്ട് പോ. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ തള്ളി ഒഴിവാക്കി വിട്ടാലേ അവളുടെ കാര്യങ്ങൾ ആരും നോക്കും? നിങ്ങളോട് അവളെ വിളിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. എന്റെ മകനെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വിളിച്ചോണ്ട് പോ.